Dear students, today we will discuss 11th chapter, structure words in discourse first. After studying the structure words and their functions in sentences, we know that we do not communicate in isolated sentences. അതായത് ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചർ വേർഡ്സിനെ കുറിച്ചിട്ടാണ്. സ്ട്രക്ചർ വേർഡ്സും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞ കൂട്ടത്തില് we know that we do not communicate in isolated sentences. ഐസൊലേറ്റഡ് സെന്റൻസുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായില്ല. The sentence we use to communicate either speak or write are meaningfully linked to each other. അതായത് നമ്മൾ സംസാരിക്കുവാനോ എഴുതുവാനോ ഉപയോഗിക്കുന്ന വാക്കുകള് വളരെ അർത്ഥവത്തായിട്ട് പരസ്പര ബന്ധങ്ങൾ ഉള്ളതാണ്. These are called discourse. ഇതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. Refers to anything that is spoken or written of whatever length which forms a unified whole. അതായത് ഏകരൂപത്തിൽ ഉള്ള വാക്കുകൾ, അത് എഴുതാൻ ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കാം, എന്താണെങ്കിലും അതൊരു യൂണിഫൈഡ് ആയിരിക്കും. ഇനി it can be in the form of prose or poetry, a dialogue or a monologue. Although all the words and structures used in a particular text play a role in increasing creating a meaningful discourse, there are some words that play a crucial role in connecting sentences together, which is linking of sentences is known as cohesion. അതായത് ചില വേർഡുകള് നമ്മൾ സംസാരിക്കാനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ആ വേർഡുകളെല്ലാം ഒരു യൂണിഫൈഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഏകീകൃത രൂപത്തിലായിരിക്കും മൊത്തത്തിൽ. ഇനി ഇത്തരം വേർഡുകളെ ആണ് നമ്മൾ ഇത്തരം വേർഡുകൾ ഉപയോഗിച്ച് സെന്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കോഹഷൻ എന്ന് പറയുന്നു. Here we will study some of the devices that bring about cohesion and the structure words that are required for it. അതായത് ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ചില കോഹഷൻ വേർഡ്സുകളെ കുറിച്ചിട്ടാണ്. ഇനി എന്താണ് കോഹഷൻ എന്ന് പറഞ്ഞാല് ഏകീകൃത രൂപത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഹഷൻ എന്ന് പറയുന്നത്. അപ്പോ studying cohesion means to identify that distinguishes a text from a disconnected sequence of sentences. അതായത് കോഹഷനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ to identify what it is that distinguishes a text from a disconnected sequence of sentences. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്റ്റ് ഡിസ്കണക്റ്റഡ് സീക്വൻസ് ഓഫ് സെന്റൻസിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്റ്റിന് ഉണ്ടാകുന്ന വ്യത്യാസം. ഇനി അതിന്റെ ഡെഫിനിറ്റ് റെഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. റെഫറൻസ് ഈസ് ആൻ ആക്ട് ഓഫ് ഡയറക്റ്റിംഗ് ഓർ ഇൻഡിക്കേറ്റിംഗ് സംതിങ് ബൈ യൂസിങ് സം ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ്. ചില ഭാഷാപരമായ ഘടകങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെന്റൻസുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതകളെ സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. റെഫറൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് റിലേഷൻ. റെഫറൻസിന് ക്രമാനുഗതമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ദ റെഫറൻസ് ഈസ് നോ വേ കോൺസ്ട്രെയിൻഡ് ടു മാച്ച് ദ ഗ്രമാറ്റിക്കൽ ക്ലാസ് ഓഫ് ദി ഐറ്റംസ് ഇറ്റ് റെഫേഴ്സ് ടു. Definite reference is a particular type of cohesion and its criteria is the specific nature of the information that is signaled for retrieval. ഇനി ഡെഫിനിറ്റ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോഹഷൻ. ഒരു പ്രത്യേക തരത്തിലുള്ള കോഹഷൻ ആണ് ഡെഫിനിറ്റ് ടൈപ്പ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. നോ വേ കൺസ്ട്രെയിൻഡ് ടു മാച്ച് ദ ഗ്രമാറ്റിക്കൽ ക്ലാസ് ഓഫ് ദി ഐറ്റം ഇറ്റ് റെഫേഴ്സ് ടു.
Definite reference is a particular type of cohesion and its criteria is the specific nature of the information that is signaled for retrieval. In the use of reference, the information to be retrieved in the referential meaning, the identify of the particular thing or class of things that is being referred to, and the cohesion lies in the continuity of reference whereby the same thing enters into the discourse for the second time. അതായത് ഇവിടെ ഡെഫിനിറ്റ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് റെഫറൻസ് ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോഹഷൻ. ഒരു പ്രത്യേക തരത്തിലുള്ള കോഹഷൻ ആണ് ഡെഫിനിറ്റ് ടൈപ്പ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ക്രൈറ്റീരിയ ഈസ് ദ സ്പെസിഫിക് നേച്ചർ ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സിഗ്നൽഡ് ഫോർ റിട്രീവൽ. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ സെന്റൻസുകളെ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്, കണക്ട് ചെയ്യുന്നു. ഇനി ഇൻ ദ കേസ് ഓഫ് റെഫറൻസ് ദ ഇൻഫർമേഷൻ ടു ബി റിട്രീവ്ഡ് ഇൻ ദ റെഫറൻഷ്യൽ മീനിങ് ദ ഐഡന്റിറ്റി ഓഫ് ദി പർട്ടിക്കുലർ തിങ് ഓർ ക്ലാസ് ഓഫ് തിങ്സ്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുതകളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സെന്റൻസുകളുടെയോ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നതിലൂടെ ആ സെന്റൻസുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി identity of a particular thing or class of things that is being referred to, and the cohesion lies in the continuity of reference. കോഹഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഹഷൻ ഒരു സെന്റൻസിലെ കോഹഷൻ സ്ഥിതി ചെയ്യുന്നത് ആ സെന്റൻസിന്റെ തുടർച്ചയെ റെഫറൻസിന്റെ തുടർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വേർ ബൈ ദ സെയിം തിങ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഡിസ്കോഴ്സ് ഫോർ ദ സെക്കൻഡ് ടൈം. ഇനി അതിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 blind mice see how they run. അതായത് 3 blind mice അതേപോലെ തന്നെ 3 blind mice ആ സെന്റൻസുകൾ തമ്മിലുള്ള റെഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള എന്താ പറയുന്നത്, കോഹഷനെ കുറിച്ചാണ് പറയുന്നത്. see how they run. Dr. Faustus went to Gloucester in a shower of rain. He stepped in a puddle right up to his middle and never went there again. ഇവിടെ there are 2 wrens upon a tree. Another came and there were 3. In first sentence, there refers to 3 blind mice. Second sentence, there refers to Gloucester. Third sentence le in another refers to wrens. Appo reference can therefore be seen in terms of the following diagram. First situation outside the text, second reference, third one within the text. ഒന്നുകിൽ ടെക്സ്റ്റിന് പുറത്തു നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റിനുള്ളിൽ തന്നെ നിന്നോ നമുക്ക് റെഫറൻസ് അല്ലെങ്കിൽ കോഹഷൻ കിട്ടുന്നു. There are certain items in every language which have the property of reference. That is to say, instead of being interpreted systematically in their own right, they make a reference to something else for their interpretation. അതായത് there are certain items in every language. എല്ലാ ഭാഷകളിലും എന്താ പറയുന്ന ചില ഐറ്റങ്ങളുണ്ട് which have the property of reference. അതിന് അനുയോജ്യമായ റെഫറൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ടു സേ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇന്ററപ്റ്റഡ് സിസ്റ്റമാറ്റിക്കലി, അതായത് ക്രമാനുഗതമായിട്ട് ഇന്ററപ്റ്റ് ചെയ്യാതെ അവരുടെ സ്വന്തം റൈറ്റിൽ നിന്നുകൊണ്ട് ദേ മേക്ക് എ റെഫറൻസ് ടു സംതിങ് എൽസ് ഫോർ ദർ ഇന്റർപ്രിട്ടേഷൻ. അവരുടെ ഇടപെടലുകൾക്ക് അവർ സ്വയം എന്ത് ചെയ്യുന്നു, റെഫറൻസ് കണ്ടെത്തുന്നു. ഇൻ ഇംഗ്ലീഷ് ദീസ് ഐറ്റംസ് ആർ പേഴ്സണൽസ് അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് കമ്പാരിറ്റീവ്സ്. ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കണ്ടെത്തുന്ന റെഫറൻസുകളെ 3 ഐറ്റമായിട്ട് തിരിച്ചിട്ടുണ്ട്. പേഴ്സണൽസ്, അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ്സ്, അതേപോലെ തന്നെ കമ്പാരിറ്റീവ്സ്. ദാറ്റ് ഈസ് there are 3 types of reference items. 3 തരത്തിലുള്ള റെഫറൻസ് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ പേഴ്സണൽ റെഫറൻസ്. എന്താണ് പേഴ്സണൽ റെഫറൻസ് നോക്കാം. പേഴ്സണൽ റെഫറൻസ് ഈസ് എ റെഫറൻസ് ബൈ മീൻസ് ഓഫ് ഫങ്ഷൻ ഇൻ ടു എ സ്പീച്ച് സിറ്റുവേഷൻ ത്രൂ ദ കാറ്റഗറി ഓഫ് പേഴ്സൺ. അതായത് പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞാല് ബൈ മീൻസ് ഓഫ് ഫങ്ഷൻ ഇൻ ടു എ സ്പീച്ച് സിറ്റുവേഷൻ, ഒരു സംസാര എന്താ പറയുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സംസാരത്തിൻ്റെതായ അവസരത്തിൽ ഉണ്ടാകുന്നതാണ് ത്രൂ ദ കാറ്റഗറി ഓഫ് പേഴ്സൺ.
പേഴ്സണൽ റെഫറൻസ് ഫങ്ഷൻസ് വിത്തിൻ ദ നോർമൽ ഗ്രൂപ്പ്, അതായത് നൗൺ ഫ്രൈസ് പോലെയുള്ള നോർമൽ ഗ്രൂപ്പിലാണ് പേഴ്സണൽ റെഫറൻസ് വരുന്നത്. നൗൺ നോമിനൽ ഗ്രൂപ്പ് ഡിറ്റർമിനേഴ്സ് പ്രോനൗൺസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ്. During the communication process, the speech roles are assigned to the participants through the person system as it is shown below in the figure. അതായത് പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നൗൺ ഫ്രേസസ് എന്ന് പറയും. ആ നൗൺ ഫ്രേസസ് അല്ലെങ്കിൽ നോമിനൽ ഗ്രൂപ്പിലാണ് ഈ പറയുന്ന പേഴ്സണൽ റെഫറൻസ് ഫംഗ്ഷൻ വരുന്നത്. ഇനി പേഴ്സണൽ റെഫറൻസ് ഫംഗ്ഷൻസിന്റെ കാറ്റഗറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, category of personal reference this category of personal reference includes 3 classes. 3 ക്ലാസ്സുകളാണ് ഈ പറയുന്ന പേഴ്സണൽ റെഫറൻസിൽ വരുന്നത്. പേഴ്സണൽ പ്രോനൗൺ, പൊസസീവ് ഡിറ്റർമിനേഴ്സ്, അതേപോലെ പൊസസീവ് പ്രോനൗൺസ്, പേഴ്സണൽ പ്രോനൗൺസ്. ഇനി അതിന് എക്സാമ്പിൾ പറയുമ്പോൾ, if the buyer wants to look the condition of the property, he has to have another survey. One carried out on his own behalf. അതായത് ഒരു സ്ഥലം വാങ്ങുന്ന ആള്, if the buyer wants to look the condition of the property, he has to have another survey. മറ്റൊരു സർവേയിലൂടെ തന്റെ പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് അയാള് വാങ്ങുന്ന ആള് അറിയാൻ ആഗ്രഹിക്കുന്നു. വൺ ക്യാരിഡ് ഔട്ട് ഇൻ ഹിസ് ഓൺ ബിഹാഫ്, അയാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു പറയുന്ന സർവേ ചെയ്യുന്നു. Here in the above example, the use of personal pronoun he or his for buyer and one for survey is a source of personal reference. ഇനി രണ്ടാമത്തേതാണ് possessive determiners എന്ന് പറയും. Example, John's house is beautiful. His wife must be delighted with it. Here in this example, the use of possessive determiner his for John. അതായത് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞു ജോൺസ് ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ, ജോണിന്റെ വീട് വളരെ മനോഹരമാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെന്റൻസിൽ ജോണിന്റെ വൈഫ് എന്നതിന് പകരം ജോൺ ഉപയോഗിക്കുന്നതിന് പകരം ഹിസ് എന്ന് പറഞ്ഞു. ഹിസ് വൈഫ് മസ്റ്റ് ബി ഡിലൈറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോ അവിടുത്തെ പൊസസീവ് ഡിറ്റർമിനർ എന്ന് പറയുന്നത് ജോൺ എന്ന വാക്കിന് പകരം അല്ലെങ്കിൽ ജോൺ എന്ന നൗണിന് പകരം ഹിസ് എന്ന് ഉപയോഗിച്ചു. ഈസ് ഹു എ സോഴ്സ് ഓഫ് പേഴ്സണൽ റെഫറൻസ്. ഇനി പൊസസീവ് പ്രോനൗൺസിനെ കുറിച്ച് പറയുമ്പോൾ, ഈ പൊസസീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ്, പൊസസീവ് പ്രോനൗൺസുകൾ ഉപയോഗിക്കുമ്പോൾ ദേ ഗീവ് 2 more notions അതർ ദാൻ സ്പീക്കർ ആൻഡ് അഡ്രസ്സി. സ്പീക്കറും അഡ്രസ്സിയും കൂടാതെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നോഷൻസ് ഉപയോഗിക്കുന്നു. ദേ ആർ ദാറ്റ് ഓഫ് പൊസസർ ആൻഡ് പൊസസ്ഡ്. എക്സാമ്പിൾ, ദാറ്റ് ന്യൂ ഹൗസ് ഈസ് ജോൺസ്. I didn't know it was his. ആ പുതിയ വീട് ജോണിൻ്റെതാകുന്നു, എനിക്കറിയില്ലായിരുന്നു അത് അവൻ്റെതാണ്. അവിടെ here in the above example, the use of possessive pronoun his for John. അവിടെ possessive pronoun എന്ന് പറയുന്നത് ജോൺ എന്ന നൗണിന് പകരം ഹിസ് എന്ന് ഉപയോഗിച്ചു. ഇനി for John indicates the possessor and yes is for personal house includes another source of personal reference. The members of the category personal reference are shown in the table below. അതായത് പേഴ്സണൽ റെഫറൻസ് കാറ്റഗറി ആണ് താഴെ പറയുന്നത്. അവിടെ ഒരു സ്പീക്കർ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ നൗൺ എന്ന് പറയുന്നത് ഐ എന്ന് പറയാം അല്ലെങ്കിൽ മീ എന്ന് പറയാം. ഇനി അതിന്റെ പൊസസീവ് വരുന്നത് മൈൻ, ഡിറ്റർമിനർ വരുന്നത് മൈ. പിന്നെ അഡ്രസ്സീസ് വിത്ത് ഓർ വിത്തൗട്ട് അതർ പേഴ്സൺസ്. ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റു വ്യക്തികൾ ഇല്ലാതെയാണ് അഡ്രസ്സി വരുന്നതെങ്കിൽ അവിടെ നൗൺ വരുന്നത് യു, ഡിറ്റർമിനർ യുവേഴ്സ് അല്ലെങ്കിൽ യുവർ. സ്പീക്കർ ആൻഡ് അതർ പേഴ്സൺ, സംസാരിക്കുന്ന ആളും വേറൊരു വ്യക്തിയും ഉണ്ടെങ്കിൽ അവിടെ വി എന്ന് പറയാം അല്ലെങ്കിൽ നൗൺ അസ് എന്ന് പറയാം. അതിന്റെ പൊസസീവ് വരുന്നത് അവേഴ്സ് അല്ലെങ്കിൽ അവർ എന്നാണ്. പിന്നെ അതർ പേഴ്സൺസ് മെയിൽ ഹി ഹിം, അതിന്റെ ഡിറ്റർമിനർ ഹിസ് ഹിസ്. അതർ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിൽ ഷീ ഓർ ഹെർ വരും, അപ്പൊ അതിന്റെ ഡിറ്റർമിനർ ഹേഴ്സ് ഓർ ഹെർ. ഇനി ഒബ്ജക്ട്സ് ആണ്, വ്യക്തികൾക്ക് പകരം ഒബ്ജക്ട്സ് ആണെങ്കിൽ them them, അതിന്റെ ഡിറ്റർമിനർ theirs their. അപ്പോ നമ്മൾ പറഞ്ഞത് റെഫറൻസിനെ കുറിച്ചാണ്, കാറ്റഗറി ഓഫ്
പേഴ്സണൽ റെഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ റെഫറൻസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് എന്ന് പറയും. അതായത് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് ഈസ് എസെൻഷ്യലി എ ഫോം ഓഫ് വേരിയഡ് പോയിന്റിംഗ്. ദ സ്പീക്കർ ഐഡന്റിഫൈസ് ദ റെഫറന്റ് ബൈ ലൊക്കേറ്റിംഗ് ഇറ്റ് ഓൺ എ സ്കെയിൽ ഓഫ് പ്രോക്സിമിറ്റി. അതായത് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യലി എ ഫോം ഓഫ് വേരിയഡ് പോയിന്റിംഗ്. ദ സ്പീക്കർ ഐഡന്റിഫൈസ് ദ റെഫറന്റ് ബൈ ലൊക്കേറ്റിംഗ് ഇറ്റ് ഓൺ എ സ്കെയിൽ ഓഫ് പ്രോക്സിമിറ്റി. ഒരു സ്കെയിൽ ഓഫ് പ്രോക്സിമിറ്റിയിലൂടെ സ്പീക്കർ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്ന റെഫറന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ദ സർക്കംസ്റ്റാൻഷ്യൽ ഡെമോൺസ്ട്രേറ്റീവ് ഹിയർ, ദെയർ, നൗ ആൻഡ് ദെൻ റെഫർ ടു ദ ലൊക്കേഷൻ ഓഫ് എ പ്രോസസ് ഇൻ സ്പേസ് ഓർ ടൈം, and they normally do so directly. Note that is the location of some person or object that is participating in the process. Hence, they typically function as adjuncts in the clause, not as elements within the nominal group. അതായത് അത് സർക്കംസ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആഡ്വർബിയൽ ഡെമോൺസ്ട്രേറ്റീവ്. ആഡ്വർബിയൽ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഹിയർ, ദെയർ, നൗ, ദെൻ ഇതെല്ലാം ലൊക്കേഷൻ ഓഫ് എ പ്രോസസ് ഇൻ സ്പേസ് ഓർ ടൈം, ഒരു പ്രത്യേക പ്രോസസ്സിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പേസ് ഓർ ടൈം. ആൻഡ് ദേ നോർമലി ഡു സോ ഡയറക്ട്ലി. നോട്ട് ദാറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് സം പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്. ഹെൻസ് ദേ ടിപ്പിക്കലി ഫങ്ഷൻ ആസ് അഡ്ജസൻസ് ഇൻ ദ ക്ലോസ്, നോട്ട് ആസ് എലമെന്റ്സ് വിത്തിൻ ദ നോമിനൽ ഗ്രൂപ്പ്. They have a secondary function as qualifier. For example, that, man, there. ആഡ്വർബിയൽ ഡെമോൺസ്ട്രേറ്റീവില് ഇവിടെ ഹിയർ, ദെയർ, നൗ ആൻഡ് ദെൻ ഇതെല്ലാം ഒരു പ്രത്യേക പ്രോസസ്സിലെ സ്പേസ് ഓർ ടൈം, സമയമോ അല്ലെങ്കിൽ സ്ഥലമോ സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് ദേ നോർമലി ഡു സോ ഡയറക്ട്ലി, അത് എന്താണ് നോർമലി ഡയറക്ട്ലി നേരിട്ടാണ് സൂചിപ്പിക്കുന്നത്. നോട്ട് ദാറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് സം പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്. ഈ പ്രോസസ്സില് സാധാരണ രീതിയിൽ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഹെൻസ് ദേ ടിപ്പിക്കലി ഫങ്ഷൻ ആസ് അഡ്ജസൻസ് ഇൻ ദ ക്ലോസ്, ഡു നോട്ട് ആസ് എലമെന്റ്സ് വിത്തിൻ ദ നോമിനൽ ഗ്രൂപ്പ്. ദേ ഹാവ് എ സെക്കൻഡറി ഫങ്ഷൻ ആസ് ക്വാളിഫയർ. ഫോർ എക്സാമ്പിൾ, ദാറ്റ്, മാൻ, ദെയർ. The remaining nominal demonstrative which are also selective nominal demonstrative, അതായത് നോമിനൽ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ദിസ്, ദീസ്, അതേപോലെ ദാറ്റ്, ദോസ്. റെഫർ ടു ദ ലൊക്കേഷൻ ഓഫ് സംതിങ്, ടിപ്പിക്കലി സം എൻറ്റിറ്റി, പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്. They therefore occur as elements within the nominal group. അതുകൊണ്ട് ഇതെല്ലാം എന്താണ് നോമിനൽ ഗ്രൂപ്പിലായിട്ട് ഉൾപ്പെടുന്നു. They belong to the clan of determiners in the logical structure. They function either as modifier or as header. ഈ ഉപയോഗിക്കുന്ന നോമിനൽ ഡെമോൺസ്ട്രേറ്റീവ്സ് ഒരു പരിധി വരെ ഡിറ്റർമിനേഴ്സ് ആയിട്ടും അതേപോലെ ലോജിക്കൽ ഫംഗ്ഷൻ ആയിട്ടും അവ അതിന്റെ സ്ട്രക്ചർ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. The only remaining nominal determiner demonstrative that also belongs to the class of determiners. അതായത് നോമിനൽ ഡിറ്റർമിനർ എപ്പോഴും എന്താണ് ക്ലാസ് ഓഫ് ഡിറ്റർമിനേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. നോമിനൽ ഡിറ്റർമിനേഴ്സ് എപ്പോഴും ക്ലാസ് ഓഫ് ഡിറ്റർമിനേഴ്സിൽ ഉൾപ്പെടുന്നു. The exceptional criteria is that this is a modifier only. അതിൽ ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു മോഡിഫയർ ആണ്. This is often introduced as non-selective nominal demonstrative. ഇത് മിക്കവാറും നോൺ സെലക്റ്റീവ് നോമിനൽ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസിൽ ലീവ്, ദാറ്റ്, ദർ ആൻഡ് കം ഹിയർ ആഡ്വർബിയൽ. വേർ ഡു യു കം ഫ്രം, അതും ആഡ്വർബിയൽ ആണ്. ഐ ലൈക്ക് ദ ലയൺസ് ആൻഡ് ഐ ലൈക്ക് ദ പോളാർ ബിയേഴ്സ്, അത് ന്യൂട്രൽ ആണ്. These are my favorites and those are too, അത് രണ്ടും സെലക്റ്റീവ് ആണ്. അപ്പോൾ നമ്മള് സെമാൻറ്റിക് കാറ്റഗറിയില് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനില് സെലക്റ്റീവ് ആയിട്ട് മോഡിഫയർ ഓർ ഹെഡ്, അതിനോടൊപ്പം അഡ്ജസന്റ്,
പിന്നെ സെമാന്റിക് കാറ്റഗറിയിൽ ക്ലാസ് വരുന്നുണ്ട്. അതിന്റെ സെലക്റ്റീവ് എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്, ആഡ്വെർബ്. നോൺ സെലക്റ്റീവ് ഡിറ്റർമിനർ. പിന്നെ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ സെലക്റ്റീവില് ദിസ്, ഡേറ്റ്, അതേപോലെ തന്നെ ഹിയർ, നൗ, അതേപോലെ നോൺ സെലക്റ്റീവ് ദ. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് 2 ആണ്. അതിലെ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആൻഡ് ലിങ്കേജ് ആസ് കോഹസീവ് ഡിവൈസസ്. The reference, as we know, is a device which indicates that the same person or object is being referred to in different parts of a text. ഒരു ടെക്സ്റ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ വ്യക്തി തന്നെയോ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെയോ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഇൻ ദ പ്രൊസീഡിംഗ് ഓർ ദ ഫോളോവിംഗ് ടെക്സ്റ്റ്. ദിസ് ആക്ച്വലി ഇൻവോൾവ്സ് either a repeated reference to a person or object or a repetition of meaning. അതായത് the reference, as we know, is a device which indicates that the same person or object is being referred to in different parts of a text. ഒരു ടെക്സ്റ്റിന്റെ വ്യത്യസ്ത ഭാഗങ്ങളില് ഒരേ വ്യക്തി തന്നെയോ അല്ലെങ്കിൽ ഒരേ ഒബ്ജക്റ്റ് തന്നെയോ റെഫർ ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഇൻ ദ പ്രൊസീഡിംഗ് ഓർ ദ ഫോളോവിംഗ് ടെക്സ്റ്റ്. ദിസ് ആക്ച്വലി ഇൻവോൾവ്സ് എയ്തർ എ റിപ്പീറ്റഡ് റെഫറൻസ് ടു എ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ആവർത്തിച്ച് റെഫർ ചെയ്യുന്നു. കമ്പയർഡ് വിത്ത് ലിങ്കേജ്, which is not a device to identify items in the proceeding the following text. It is mainly a way of signaling how one idea leads to another. അതായത് എങ്ങനെയാണ് ഒരാശയം മറ്റൊരാശയവുമായിട്ട് മാറുന്നത്. ലിങ്കിങ് വേർഡ്സ് ഹെൽപ്പ് യു ടു കണക്ട് ഐഡിയാസ് ആൻഡ് സെന്റൻസസ് വെൻ യു സ്പീക്ക് ഓർ റൈറ്റ് ഇംഗ്ലീഷ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലിങ്കിങ് വേർഡ്സുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ലിങ്കിങ് വേർഡ്സ് ഹെൽപ്പ് യു ടു കണക്ട് ഐഡിയാസ് ആൻഡ് സെന്റൻസസ്. ആശയങ്ങളെയും സെന്റൻസുകളെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്കിങ് വേർഡ്സുകൾ ഉപയോഗിക്കുന്നു. വി ക്യാൻ യൂസ് ലിങ്കിങ് വേർഡ്സ് ടു ഗീവ് എക്സാമ്പിൾസ്. അതായത് ഉദാഹരണങ്ങൾ നൽകുന്നതിനും ആഡ് ഇൻഫർമേഷൻ, സമ്മറൈസ്, സീക്വൻസ് ഇൻഫർമേഷൻ, ഗീവ് എ റീസൺ ഓർ റിസൾട്ട് ഓർ ടു കോൺട്രാസ്റ്റ് ഐഡിയാസ്. Further, we will consider 4 types of cohesive relations in which the various connectives play a role, which include the additive, adversative, causal and temporal relations. അതായത് 4 തരത്തിലുള്ള കോഹസീവ് റിലേഷൻസ് ആണ് ഉള്ളത്. വിവിധ സെന്റൻസുകളെ കണക്ട് ചെയ്ത് 4 തരത്തിലുള്ള കോഹസീവ് റിലേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അഡിറ്റീവ്, adversative, causal and temporal relations. Some other possible categories are there, but we will be studying only this. Before we discuss all of them in detail, let us have a quick look at what these terms imply. Ravi was working very hard as he had to finish his project report, and he was staying up late in the night every day. അത് ആഡിറ്റീവ് ആണ്. യെറ്റ് ഹി നെവർ അപ്പിയർഡ് ടയേർഡ്. രവി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് അയാളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. രാത്രി ഒരുപാട് വൈകുന്നത് വരെ അയാള് ഉറങ്ങാതിരിക്കും. അത് ആഡിറ്റീവ് ആണ്. ഹി നെവർ അപ്പിയർഡ് ടയേർഡ്. യെറ്റ് ഹി നെവർ അപ്പിയർഡ് ടയേർഡ്. ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അയാൾ ഒരിക്കലും ക്ഷീണിതനായി കാണപ്പെടുന്നില്ല. ആ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആഡ്വേഴ്സറ്റീവ് ആണ്. ഇനി ഹി therefore managed to complete his project on time. അതുകൊണ്ട് തന്നെ അയാൾ കൃത്യസമയത്ത് അയാളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അത് അഡിറ്റീവ് ആണ്. യെറ്റ് ഹി നെവർ അപ്പിയർഡ് ടയേർഡ്. അവൻ ഒരിക്കലും എന്താണ് ക്ഷീണിതനായി കാണപ്പെട്ടിട്ടില്ല. അത് ആഡ്വേഴ്സറ്റീവ് ആണ്.
അപ്പോ ആഫ്റ്റർ ഹി ഹാഡ് ഹാൻഡഡ് ഇൻ ദിസ് പ്രോജക്ട് റിപ്പോർട്ട് ഹി ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അത് ടെമ്പറൽ ആണ്. വി ആർ നോട്ട് വെരി കൺസേൺഡ് ഇഫ് യു കനോട്ട് റിമെമ്പർ ദീസ് ടേംസ്, ബട്ട് വി വുഡ് ലൈക്ക് യു ടു ബി ഏബിൾ ടു യൂസ് ദ വേരിയസ് കണക്റ്റീവ്സ്. അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആൻഡ് ലിങ്കേജ് ആസ് കോഹസീവ് ഡിവൈസ്. അതായത് ലിങ്കേജും അതേപോലെ തന്നെ റെഫറൻസും ഒരു കോഹസീവ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പ്രിപ്പോസിഷൻസ് ആൻഡ് ദ അഡിറ്റീവ് റിലേഷൻഷിപ്പ്. പ്രിപ്പോസിഷൻസും അതേപോലെ തന്നെ അഡിറ്റീവ് റിലേഷൻഷിപ്പ് തമ്മിലുള്ളതാണ്. ടു പ്രിപ്പോസിഷൻസ് ദാറ്റ് അലൗ ഫോർ ദ അഡീഷൻ ഓഫ് സിമിലർ ഇൻഫർമേഷൻ. ഒരേ ഇൻഫർമേഷന്റെ അഡീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രിപ്പോസിഷൻസ്, അത് ബിസൈഡ്സും ഇൻ അഡീഷൻ ടു. അങ്ങനെ ഒരേ ഇൻഫർമേഷന്റെ അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഇൻഫർമേഷന്റെ അഡീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന പ്രിപ്പോസിഷൻസ് ആണ് ബിസൈഡ്സും അതേപോലെ തന്നെ ഇൻ അഡീഷൻ ടു. ആസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഫോളോവിങ് ടു സെന്റൻസസ്, വാട്ട് ഡു യു ഡു ബിസൈഡ്സ് റണ്ണിങ്? ഓടുന്നതിന് മുൻപ് വാട്ട് ഡു യു ഡു ബിസൈഡ്സ് റണ്ണിങ്, അതായത് എന്താണ് നിങ്ങൾ ഓടുന്നതിനരികിലായിട്ട് ചെയ്യുന്നത്? ആഡ് എ പിഞ്ച് ഓഫ് ഗാർലിക് ഇൻ അഡീഷൻ ടു ദ ടീസ്പൂൺ ഫുൾ ഓഫ് പെപ്പർ. പെപ്പറിന്റെ കൂടെ ഒരു നുള്ളു ജിഞ്ചർ കൂടി നമ്മൾ, ഗാർലിക് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ദ അഡിറ്റീവ് ഐറ്റംസ് ഇൻ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ദ ഫോളോവിങ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആൻഡ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എന്താ പറയുന്നത് അഡീഷണൽ കൺജങ്ഷൻസ് ആണ് ആൻഡ്, ഓൾസോ, നോർ ആൻഡ് നോട്ട്, ഓർ എയ്തർ. അതായത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അഡിറ്റീവ് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവ ആൻഡ്, ആൻഡ് ആൾസോ, നോർ ആൻഡ് നോട്ട്, ഓർ എയ്തർ. ഇത് ഓൾസോ ഇൻക്ലൂഡ് ലിങ്കിങ് ആഡ്വെർബിയൽസ്. അത് ലിങ്കിങ് ആയി പറഞ്ഞ എന്താ പറയുന്ന വേർഡ്സുകള് ലിങ്കിങ് ആഡ്വെർബിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ബിസൈഡ്സ്, ഇൻ അഡീഷൻ, ഓൾട്ടർനേറ്റീവ്ലി, ഇൻസിഡന്റലി, സിമിലർലി, ഓൺ ദ ഓവർ ഹാൻഡ്, ഇൻ അതർ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഇത്രയും വേർഡ്സുകൾ നമ്മൾ ആഡ്വെർബിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലിങ്കിങ് ആഡ്വെർബിയൽസ് ആണ്. എന്തൊക്കെയാണ്? ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ബിസൈഡ്സ്, ഇൻ അഡീഷൻ, ഓൾട്ടർനേറ്റീവ്ലി, ഇൻസിഡന്റലി, സിമിലർലി, ഓൺ ദ അതർ ഹാൻഡ്, ഇൻ അതർ വേർഡ്സ്. ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അഡിറ്റീവ് ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ ആഡ്വെർബിയൽസ് ആണ്. ഇനി ആഡ്വേഴ്സറ്റീവ് റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. ആഡ്വേഴ്സറ്റീവ് മീൻസ് എക്സ്പ്രസിംഗ് കോൺട്രാറിറ്ററി ഒപ്പോസിഷൻ ഓർ antithesis as an adversative conjunction. An adversative force. Two simple sentences can be joined into one using the coordinating conjunction. നമുക്കറിയാം, രണ്ട് ചെറിയ സെന്റൻസുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നു. അതായത് അങ്ങനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ആണ് ബട്ട്, യെറ്റ്, സ്റ്റിൽ, ഹൗവർ, വേറാസ് ആൻഡ് നെവർത്തലെസ്. ഇനി അതിന്റെ എല്ലാം, അതായത് എന്താ പറയുന്ന ആഡ്വേഴ്സറ്റീവ് കൺജങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ബട്ട്, യെറ്റ്, സ്റ്റിൽ, ഹൗവർ, വേറാസ് ആൻഡ് നെവർത്തലെസ്, ഇതെല്ലാം നമ്മൾ എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. ഇപ്പോ അവിടെ ബട്ടും എറ്റും സ്റ്റില്ലും ഉപയോഗിച്ച് ദ റോപ്പ് വാസ് തിൻ, ഇറ്റ് വാസ് സ്ട്രോങ്. അതേപോലെ ദ റോപ്പ് വാസ് തിൻ ബട്ട് ഇറ്റ് വാസ് സ്ട്രോങ്. ഷീ ഈസ് പുവർ, ഷീ ഈസ് ഹാപ്പി. ഷീ ഈസ് പുവർ ബട്ട് ഷീ ഈസ് ഹാപ്പി. ഇത് രണ്ടും, ഇതിലെ ബട്ടും അതേപോലെ തന്നെ എന്താ പറയുന്നത് അതിനു മുൻപത്തെ ദ റോപ്പ് വാസ് തിൻ, ഇറ്റ് വാസ് സ്ട്രോങ്, ഇറ്റും ബട്ടും എല്ലാം നമ്മൾ കോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഹീ ഈസ് റിച്ച്, ഹീ ഈസ് മിസറബിൾ. ഹീ ഈസ് റിച്ച് യെറ്റ് ഹീ ഈസ് മിസറബിൾ. അവിടെ രണ്ട് സെന്റൻസുകൾ. ഹീസ് റിച്ച്, അവൻ ധനികനാണ്. ഹീസ് മിസറബിൾ, അവൻ എന്താ പറയുന്നത് വളരെ ദുഃഖിതനാണ്.
ആ സെന്റൻസുകളെ ഒന്നാക്കിയിട്ട് എറ്റ് ഉപയോഗിച്ച് എറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് അതിനെ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. ഹീസ് റിച്ച് എറ്റ് ഹീസ് മിസറബിൾ. എന്താണ്? അവൻ വളരെ ധനികനാണ്, എന്നിട്ടും അവൻ മിസറബിൾ ആണ്. അപ്പോ അതേപോലെ തന്നെ വേറാസും നെവർത്തലെസ്സും ഉപയോഗിച്ചിരിക്കുന്നത്. ടോം ഈസ് ഹാർഡ് വർക്കിംഗ്, ഹിസ് ബ്രദർ ഈസ് ക്വൈറ്റ് ലേസി. ടോം ഈസ് ഹാർഡ് വർക്കിംഗ്, വേറാസ് ഹിസ് ബ്രദർ ഈസ് ക്വൈറ്റ് ലേസി. അവിടെ വേറാസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി it is used to show contrasts or contradictions to previous sentence, and whereas is often used with the beginning of a subordinating clause. അതായത് ആൻഡും അതേപോലെ വേറാസ് ഇത് രണ്ടും നമ്മൾ ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസിന്റെ ബിഗിനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു ബിഫോർ കോർഡിനേറ്റിംഗ് ക്ലോസ്. അത് എന്താണ്? കോർഡിനേറ്റിംഗ് ക്ലോസിന് മുൻപായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു. കോമ ഈസ് പ്ലേസ്ഡ് ബിഫോർ വേറാസ്. അതായത് വേറാസിന് മുൻപായിട്ട് നമ്മൾ കോമ ഉപയോഗിച്ചിരിക്കുന്നു. വെൻ ഇറ്റ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി സെന്റൻസ്. സെന്റൻസിന്റെ മധ്യത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ബിഫോർ സബോർഡിനേറ്റിംഗ് ക്ലോസ്, അത് നമ്മൾ സെന്റൻസിന്റെ മധ്യത്തിൽ സബോർഡിനേറ്റിംഗ് ക്ലോസിന് മുൻപായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കീ ഇമ്പോർട്ടൻസ് ഓഫ് വേറാസ് ഈസ് ടു ഇൻഡിക്കേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സിമിലർ തിങ്സ്. അതായത് വേറാസ് എന്നത് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേപോലെയുള്ള രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാണ്. ഫോർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഹിയർ ആർ സം മോഡൽ എക്സാമ്പിൾ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്, വേറാസ് സൈബീരിയൻ ഈസ് കോൾഡ് ആൻഡ് ഡ്രൈ. അവിടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിനെയും സൈബീരിയൻ ക്ലൈമറ്റിനെയും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാനാണ് അവിടെ വേറാസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് നെവർത്തലെസ്. നെവർത്തലെസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് സർപ്രൈസ് കോൺട്രാസ്റ്റ് ടു ഏർലിയർ സ്റ്റേറ്റഡ് സ്റ്റേറ്റ്മെന്റ്. മുൻപ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് പ്രസ്താവിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ സർപ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നെവർത്തലെസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മോർ ഫോർമൽ ആൻഡ് എംഫാറ്റിക് കമ്പയർ ടു ഹൗവർ. നെവർത്തലെസ് ഈസ് ഡിഫറെന്റ് ഫ്രം വേറാസ് ആൻഡ് ബട്ട്. അതായത് നെവർത്തലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറാസിൽ നിന്നും അതേപോലെ ബട്ടിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ്. ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ ഡൊമെയിൻ ഓഫ് യൂസ്. വെനെവർ യു തിങ്ക് there is something surprising in the next statement in relation to previous. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു സെന്റൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ there is something surprising in the next statement in relation to previous. അതായത് മുൻപ് നമ്മൾ വായിച്ച ഒരു സെന്റൻസ് അല്ലെങ്കിൽ മുൻപ് നമ്മൾ അറിയുന്ന ഒരു സെന്റൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ ആ സെന്റൻസിലുള്ള സർപ്രൈസ് അല്ലെങ്കിൽ ആ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റിലുള്ള സംതിങ് സർപ്രൈസിങ് ആയിട്ട് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ നെവർത്തലെസ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ലെറ്റ് us see some example. It was too hot last year. കഴിഞ്ഞ വർഷം വളരെ ചൂടായിരുന്നു. നെവർത്തലെസ് we didn't purchase AC. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല പറയുന്നത്? AC പർച്ചേസ് ചെയ്തില്ല. അവിടെ ഇറ്റ് വാസ് ടു ഹോട്ട് ലാസ്റ്റ് ഇയർ എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് ഒരു അത്ഭുതകരമായ രീതിയിൽ അത്ഭുതം തോന്നിക്കത്തക്ക രീതിയിൽ രണ്ടാമത്തെ സെന്റൻസ് നെവർത്തലെസ് we didn't purchase AC. അപ്പൊ ഇത്രയും ചൂടായിട്ട് AC വാങ്ങിയില്ല, അതൊരു സർപ്രൈസ് ആണ്. ആദ്യം പറഞ്ഞ സെന്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സർപ്രൈസ് ആണ്. അതേപോലെ the level of carbon dioxide is on the rise. Nevertheless, the coal consumption is continuously growing. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപഭോഗം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവിടെ കൽക്കരിയുടെ ഉപഭോഗം നമ്മൾ തുടർച്ചയായി വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പൊ അതിലുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ ഉയരുന്നു എന്നതിന് ഒരു സർപ്രൈസ് ഇൻഫർമേഷൻ ആയിട്ടാണ് രണ്ടാമത്തെ സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ നെവർത്തലെസ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ ബിഗിനിങ്, ഇൻ ദ മിഡിൽ, വിത്ത് കോമ ഓർ സെമികോളൻ. നെവർത്തലെസ് ഒന്നുകിൽ സെന്റൻസിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ സെന്റൻസിന്റെ മധ്യഭാഗത്തിലോ അല്ലെങ്കിൽ എന്താ പറയുന്ന കോമ ഉപയോഗിച്ചോ സെമികോളൻ ഉപയോഗിച്ചോ നമുക്ക് ഈ നെവർത്തലെസ് എന്ന് പറയുന്ന സെന്റൻസിൽ എന്താ പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നോ ഡൗട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഗ്രാമർ and hope you will take better out of it.
Some words like but and however also occur in a related though somewhat different sense which we might call contrastive. അതായത് ചില വേർഡുകള് some words like but and however, അതായത് but however എന്നീ വാക്കുകള് ഓൾസോ occur in a related, അതായത് പരസ്പര ബന്ധം ഉള്ളതാ അല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ള സെന്റൻസുകളാണ് ത്രൂ സംവാട്ട് ഡിഫറെന്റ് സെൻസ്, വ്യത്യസ്ത മീനിങ്ങുകളിലാണ് അത് ഉപയോഗിക്കുന്നത്. വിച്ച് വി മൈറ്റ് കോൾ കോൺട്രാസ്റ്റീവ്. ഹി ഈസ് നോട്ട് ടോൾ, അവൻ പൊക്കമുള്ളവനല്ല. ബട്ട് ഹി ഈസ് വെരി ഗുഡ് ഇൻ സ്പോർട്സ്, അവന് പൊക്കമില്ലെങ്കിലും അവൻ സ്പോർട്സിൽ വളരെ മികവ് കാണിക്കുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ ഹി ഈസ് നോട്ട് ടോൾ ബട്ട് ഹി ഈസ് വെരി ഗുഡ് ഇൻ സ്പോർട്സ്. വി മിസ്ഡ് അവർ ട്രെയിൻ, നമുക്ക് നമ്മുടെ ട്രെയിൻ മിസ്സായി. ഹവർ വി ലെഫ്റ്റ് ഹോം 1 hour ബാക്ക്, നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ, ഹവർ വി ലെഫ്റ്റ് ഹോം 1 hour ബാക്ക്, 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും. സം അതർ എക്സ്പ്രഷൻസ് സച്ച് ആസ് ഇൻസ്റ്റഡ്, റാദർ, ഓൺ ദ കോൺട്രറി, അറ്റ് ലീസ്റ്റ്, ഓൾസോ ഇൻഡിക്കേറ്റ് കോൺട്രാസ്റ്റ്. The adversative relation comes very close to the negative comparison discussed in the additive type of relation. അതായത് അഡിറ്റീവ് ടൈപ്പ് ഓഫ് റിലേഷനിൽ നമ്മൾ നെഗറ്റീവ് കമ്പാരിസണ് വേണ്ടിയിട്ട്, നെഗറ്റീവ് കമ്പാരിസൺ വളരെ നെഗറ്റീവ് കമ്പാരിസനെ കുറിച്ച് അല്ലെങ്കിൽ ആ നെഗറ്റീവ് കമ്പാരിസൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അഡിറ്റീവ് റിലേഷൻ ഉപയോഗിക്കുന്നു. ഓൺ ദ കോൺട്രറി എംഫസൈസസ് ദാറ്റ് ദ ഓപ്പോസിറ്റ് ഈസ് ട്രൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആഡ്വേഴ്സറ്റീവ് കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നെവർത്തലെസ് അതേപോലെ തന്നെ ഹൗവർ എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കാഷ്വൽ റിലേഷനെ സൂചിപ്പിക്കുന്നതാണ് അടുത്തത്. കാഷ്വൽ റിലേഷനെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സോ, ദസ്, ഹെൻസ്, കോൺസിക്വന്റ്ലി, അക്കോർഡിംഗ്ലി, therefore and a number of expressions like as a result, because of that, in consequence and the causal relation expression. അതായത് thus, hence, ഇതെല്ലാം consequently, accordingly, therefore a number of expressions like as a result of that, because of that, in consequence are the causal relation expression. ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സുകളെല്ലാം, അതായത് എന്തൊക്കെയാണ്? സോ, ദസ്, ഹെൻസ്, കോൺസിക്വന്റ്ലി, അക്കോർഡിംഗ്ലി, therefore, ഇതെല്ലാം അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഇൻ കോൺസിക്വൻസ്, ഇതെല്ലാം കാഷ്വൽ റിലേഷൻ എക്സ്പ്രഷൻ ആണ്. ഓൾ ദ എക്സാമ്പിൾ ഓഫ് കാഷ്വൽ ആർ റെഗുലർലി കമ്പൈൻഡ് വിത്ത് ഇനീഷ്യൽ. എല്ലാ കാഷ്വൽ എക്സ്പ്രഷൻസും നമ്മൾ റെഗുലർലി കമ്പൈൻഡ് വിത്ത് ഇനീഷ്യൽ ആൻഡ്. thus so occurs only initially unless it is followed by and. ഇനി തുടക്കത്തിൽ നമ്മൾ അത് ഉപയോഗിച്ചില്ല എങ്കിൽ അതിനെ തുടർന്ന് ആൻഡ് ഉപയോഗിക്കുന്നു. There are 3 specific relation under the heading of causal relation. കാഷ്വൽ റിലേഷന്റെ കീഴിൽ പ്രധാനമായും 3 പ്രത്യേക തരം റിലേഷൻസ് ആണ് വരുന്നത്. They are result, reason and purpose. The simple form of expression such as so means as a result, for this reason, for this purpose, except they are expressed as a prepositional phrases, they are not distinguished. The simple form thus, hence and therefore all occur regularly in an internal sense, which is implying some kinds of reasoning or argument from a premise. The word so occurs frequently in another meaning also internal that is shared with them. It is a statement about the speaker's reasoning process. It includes from what you say, അല്ലെങ്കിൽ holiday and hasten. Other type of conjunctive relations will be under the general heading of causal, that is the conditional type. അതായത് മറ്റൊരു തരത്തിലുള്ള conjunctive relation എന്ന് പറയുന്നത് under the general heading of causal, that is the conditional type. The 2 of them are closely related, where the causal means therefore be, while the conditional means possibly. If so, then the simple form of expression of conditional relation meaning under the circumstances is the word then. The summary of relations of causal type includes causal relations general, അതായത് ബിക്കോസ്, സോ തുടങ്ങിയവ. ഇനി സിമ്പിൾ സോ, ദസ്, ഹെൻസ്, therefore.
സിമ്പിൾ ആയിട്ടുള്ള കാഷ്വൽ റിലേഷൻസ് ആണ് സോ, ദസ്, ഹെൻസ്, ദെർഫോർ. എംഫറ്റിക് ആയിട്ട് വരുന്നതാണ് കോൺസീക്വന്റ്ലി, അക്കോർഡിംഗ്ലി, ബിക്കോസ് ഓഫ് ദിസ്. ഇനി റീസൺ ആയിട്ട് വരുന്നതാണ് മെയിൻലി എക്സ്റ്റേണൽ, ഓർ ദിസ് റീസൺ, ഓൺ അക്കൗണ്ട് ഓഫ് ദിസ്, ഇറ്റ് ഫോളോസ്, ഓൺ ദിസ് ബേസിസ്. ഇനി റിസൾട്ട് മെയിൻലി എക്സ്റ്റേണൽ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇൻ കോൺസീക്വൻസ് ഓഫ് ദിസ്, ഇന്റേണൽ അറൈസിങ് ഔട്ട് ഓഫ് ദിസ്. ഇനി പർപ്പസ് മെയിൻലി എക്സ്റ്റേണൽ, ഫോർ ദിസ് പർപ്പസ്, വിത്ത് ദിസ് മൈൻഡ് ഓർ വ്യൂ, വിത്ത് ദിസ് ഇന്റൻഷൻ തുടങ്ങിയവ. ഇനി നമ്മൾ പറയുന്നത് ടെമ്പറൽ റിലേഷനെ കുറിച്ചാണ്. ദ ടെമ്പറൽ റിലേഷൻസ് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ ടു സക്സസീവ് സെന്റൻസ്. അടുത്തടുത്ത് വരുന്ന രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ടെമ്പറൽ റിലേഷൻ എന്ന് പറയുന്നത്. ദർ റിലേഷൻ ഈസ് എക്സ്റ്റേണൽ ടേംസ്. അത് ബാഹ്യപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആസ് കണ്ടന്റ് മേ ബി സിംപ്ലി വൺ ഓഫ് ദി സീക്വൻസ് ഇൻ ടൈം. ദ വൺ ഈസ് സബ്സീക്വന്റ് ടു അതർ. This temporal cohesion is expressed in its simple form by then. The other expressions of temporal relationship besides then and end, then are next, afterwards, after that, subsequently, following, later, since. ഇനി സിമ്പിൾ ടെമ്പറൽ റിലേഷൻസ്, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സിമ്പിൾ ടെമ്പറൽ റിലേഷൻസിൽ സീക്വൻഷ്യൽ വരുന്നതാണ് ആൻഡ്, ദെൻ, നെക്സ്റ്റ്, ആഫ്റ്റർവേർഡ്സ്, ആഫ്റ്റർ ദാറ്റ്, സബ്സീക്വന്റ്ലി. സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്നതാണ് ജസ്റ്റ്, ദ, അറ്റ് ദ സെയിം ടൈം, സൈമൾട്ടേനിയസ്ലി. ഇനി പ്രൊസീഡിംഗ് ആയിട്ട് വരുന്നത് ഏർലിയർ, ബിഫോർ, ദെൻ, ദാറ്റ്, പ്രീവിയസ്ലി. കോംപ്ലക്സ് ടെമ്പറൽ റിലേഷൻസ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് ഇമ്മീഡിയറ്റ്, അറ്റ് വൺസ്, thereupon, on which, just before. ഇന്ററപ്റ്റഡ് ആയിട്ട് വരുന്നത് സൂൺ, പ്രസന്റ്ലി, ലേറ്റർ, ആഫ്റ്റർ എ ടൈം, സം ടൈം, ഏർലിയർ, ഫോർമർലി. ഇനി റെപ്പറ്റീവ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ടൈം, ഓർ അനദർ ഒക്കേഷൻ, ദിസ് ടൈം, ഓൺ ദിസ് ഒക്കേഷൻ, ദ ലാസ്റ്റ് ടൈം, ഓൺ എ പ്രീവിയസ് ഒക്കേഷൻ. പിന്നെ ഡ്യൂറേറ്റീവ് ആയിട്ട് വരുന്ന റിലേഷൻ ആണ് മീൻ വൈൽ, ഓൾ ദിസ് ടൈം. ടെർമിനൽ ആയിട്ട് വരുന്നതാണ് ബൈ ദിസ് ടൈം, അപ് ടിൽ ദാറ്റ് ടൈം, അണ്ടിൽ ടൈം. ഫങ്ഷനിൽ ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് മൊമെന്റ്, അറ്റ് ദിസ് പോയിന്റ് ഓർ മൊമെന്റ്, ദ പ്രീവിയസ് മൊമെന്റ്, അങ്ങനെയുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു റിട്ടോറിക്. Our aim in this chapter is to introduce you to rhetoric and present examples of rhetorical speeches to show how they different from ordinary prose. അതായത് എങ്ങനെയാണ് ഒരു ഓർഡിനറി പ്രോസിൽ നിന്നും റിട്ടോറിക് സ്പീച്ച് വ്യത്യസ്തമായിരിക്കുന്നത്. We shall follow this with a discussion of some of the characteristic feature of rhetorical speech or writing. അതായത് എന്താണ് റിട്ടോറിക്കൽ സ്പീച്ച് അല്ലെങ്കിൽ റിട്ടോറിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, റിട്ടോറിക് ഈസ് ദ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസ്വേസീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അതായത് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള എഴുത്തുകളോ അല്ലെങ്കിൽ വായനകളോ സംസാരമോ അതിനെല്ലാമാണ് നമ്മൾ റിട്ടോറിക് എന്ന് പറയുന്നത്. റിട്ടോറിക് ഈസ് ദ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസ്വേസീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്, എസ്പെഷ്യലി ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് അതർ compositional techniques. Rhetoric is a technique of using language effectively and persuasively in spoken or written form. It is an art of discourse which studies and employs various methods to convince, influence, or pleases an audience. Rhetoric is derived from the Greek word rhetor, which means an orator or a public speaker. അതായത് ഒരു പൊതു സംസാരം അല്ലെങ്കിൽ എന്താ പൊതുവായി സംസാരിക്കുന്ന ആളെന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡായ റിട്ടറിൽ നിന്നാണ് റിട്ടോറിക് എന്ന വാക്കുണ്ടായത്. സംടൈംസ് ഇറ്റ് മേ ബി മോർ ഇലക്വൻസ് ഓർ എക്സാജറേഷൻ, ലാക്കിംഗ് സബ്സ്റ്റാൻസ് ആൻഡ് സിൻസിയറിറ്റി. വെൻ യൂസ്ഡ് വിത്ത് സച്ച് ഇംപ്ലിക്കേഷൻ ഇറ്റ് ഈസ് എ derogatory term.
this term rhetoric means different things to different people. For example, Wayne Booth in his book The Rhetoric of Fiction discusses the different ways in which a novelist gains control over his reader's imagination. Grierson wrote a book called Rhetoric and English Composition using the two terms as being closely related. അപ്പോ rhetoric എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസ്വേസീവ് സ്പീക്കിംഗ്, അതായത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രേരണ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും എഴുത്തും, പ്രത്യേകിച്ച് exploitation of figures of speech and other compositional techniques. Rhetoric is a technique of using language effectively and persuasively. അതായത് സംസാരിക്കുന്ന ഭാഷ കേൾക്കുന്ന ആൾക്ക്, ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് വളരെ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിപ്പിക്കുക. അതിനെയാണ് നമ്മൾ റിട്ടോറിക് എന്ന് പറയുന്നത്. ഇനി this term rhetoric means different things to different people. Rhetoric എന്ന വാക്ക് വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ മീനിങ്ങുകളാണ് നൽകുന്നത്. ഇനി നമ്മൾ പറയുന്നുണ്ട് എക്സാമ്പിൾസ് ഓഫ് rhetoric. Here is the opening section of Pandit Nehru's speech on the death of Mahatma Gandhi. It was broadcast from All India Radio on 13th January 1948, the day Gandhiji was shot dead. അതായത് ഇപ്പോ റിട്ടോറിക്കിന് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ 1948 ജനുവരി 30 ഓൾ ഇന്ത്യ റേഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത നെഹ്റുവിന്റെ ഒരു സ്പീച്ചിനെ കുറിച്ചാണ്. Friends and comrades, the light has gone out of our lives and there is darkness everywhere. I do not know what to tell you and how to say it. Our beloved leader Bapu was called him the father of the nation is no more. Perhaps I am wrong to say that, nevertheless, he will not see him again, and we have seen him for these many years. We will not run to him for advice and seek solace from him, and that is a terrible blow not to me only but to millions and millions in this country. And it is a little difficult to soften the blow by any other advice that I or anyone else can give you. The light has gone out, I said, and I was wrong. For the light that shone on this country was no ordinary light. The light has illumined this country for these many years, will illumine this country for many more years. And 1,000 years later, that light will still be seen in this country, and the world will see it, and it will give solace to innumerable hearts. For that light represented something more than the immediate present. It represented the living, the eternal truths, reminding us of the right path, drawing us from error, taking this ancient country to freedom. അതായത് 1948 ജനുവരി 13 ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത നെഹ്റുവിന്റെ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെ സ്പീച്ചാണ്. അത് ഈ റിട്ടോറിക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ സ്പീച്ച് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഫ്രം ജവഹർലാൽ നെഹ്റു സ്പീച്ചസ് വോളിയം 1 പേജ് 42 പബ്ലിക്കേഷൻ ഡിവിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്യൂ ഡൽഹി. Now that was Pandit Nehru said in this part of the speech, perhaps we can rewrite it like this. അതായത് നെഹ്റു നടത്തിയിരിക്കുന്ന, ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നെഹ്റു നടത്തിയിരിക്കുന്ന ഈ പ്രസംഗത്തെ നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ചെയ്താൽ, My countrymen, Mahatma Gandhi is dead and there is darkness everywhere. We shall not be able to go to him for advice anymore, but in fact he will continue to guide us for many more years, because he represented the eternal truth, showed us the right path and led us to freedom. അതായത് ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നു. രണ്ട് സ്പീച്ചിന്റെയും കണ്ടന്റ് ഒന്നാണ്, അത് ഉദ്ദേശിക്കുന്നതും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഒരെണ്ണം വളരെ വൈഡ് ആയിട്ടും ഒരെണ്ണം വളരെ നാരോ ആയിട്ടും അല്ലെങ്കിൽ വളരെ ചുരുക്കിയിട്ടുമാണ് നടത്തിയിരിക്കുന്നത്. ഈ രണ്ട്
സ്പീച്ചും ഒന്ന് തന്നെയാണ്, അതിന്റെ കണ്ടന്റും അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നതും ആ സ്പീച്ച് നടത്തിയിരിക്കുന്ന ആളുടെ ഉദ്ദേശവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോ ദിസ് വേർഷൻ ഈവൻ ദോ ഇറ്റ് സെയിങ് ദ സെയിം തിങ് ഡസ് നോട്ട് പെർഫോം ദ ഫങ്ഷൻ ദാറ്റ് പണ്ഡിറ്റ് നെഹ്റു സ്പീച്ച് ഡസ്. ഇറ്റ് ഫെയിൽസ് ടു മൂവ് us in the way നെഹ്റു സ്പീച്ച് ഡസ്. നോർ ഡസ് ഇറ്റ് ഗീവ് ആൻ ഐഡിയ ഓഫ് ഗാന്ധിജീസ് ഗ്രേറ്റ്നെസ്. അതായത് ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ഗാന്ധിജിയുടെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ എന്താ പറയുന്ന മഹത്വത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഫെയിൽസ് ടു മൂവ് us in the way നെഹ്റു സ്പീച്ച് ഡസ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന നെഹ്റു പറഞ്ഞിരിക്കുന്ന സ്പീച്ചിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാതെയാണ് രണ്ടാമത്തെ ഇതും നടത്തിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്പീച്ച് വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും നെഹ്റു നടത്തിയിരിക്കുന്ന സ്പീച്ചിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതായത് രണ്ടും ഒരേ രീതിയിൽ തന്നെ, രണ്ടും മീൻ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോ now what do you think brings about this difference? It is the difference in two styles. ഇവിടെ ഈ രണ്ട് പാരഗ്രാഫുകൾ തമ്മിലും എന്താണ്, അതിന്റെ സ്റ്റൈലിലാണ് വ്യത്യാസം, അല്ലാതെ അതിന്റെ അർത്ഥത്തിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിന്റെ ആശയത്തിലോ അതിന്റെ ഉദ്ദേശത്തിലോ വ്യത്യസ്തതയില്ല. What do you think brings about this difference? It is the difference in two styles. Nehru speech is a piece of rhetoric, the version we have produced in ordinary prose. നെഹ്റുവിന്റെ സ്പീച്ച് നമ്മൾ ഒരു ഓർഡിനറി പ്രോസിൽ വായിക്കുന്നതും അത് റിട്ടോറിക് ആയിട്ട് എന്താ പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. രണ്ട് സ്പീച്ച് വായിച്ചാലും ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യവും അതിന്റെ മീനിങ്ങും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് റിട്ടോറിക് സ്റ്റേറ്റ്മെന്റിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നെഹ്റുവിന്റെ ഈ പ്രസംഗം. So we will continue in the next class.